ഇന്ത്യയിൽ എവിടെ തിരിഞ്ഞാലും കാണാവുന്ന ഒരു ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. കുറച്ച് ദിവസമായി എനിക്കൊരു എൻട്രിയും ടാർഗറ്റും കിട്ടിയായിരുന്നത്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവും ഡൗണും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നല്ലൊരു ലിക്വിഡിറ്റിയും ഫോം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്ന് 1.32 ട്രില്യൺ റുപ്പീസ് ഓൺലി. അപ്പോൾ എങ്ങനെയാണ് എനിക്കൊരു ടാർഗറ്റും എൻട്രിയും സ്റ്റോപ്പ് ലോസും കിട്ടിയെന്നുള്ള ഒരു വീഡിയോ കൂടിയായിട്ടാണ് ഞാനിത് ഇടാൻ പോകുന്നത്. നമുക്കിനി ഈ ചാർട്ടിൽ പോയി ടാർഗറ്റും എല്ലാം നോക്കുന്ന എങ്ങനെയാണ് കാണിച്ചത്. മെയിനായിട്ടൊരു SMC ബേസ്ഡ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ചാണ് ബേസിക്കായിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. നമുക്കിവിടെ അടുത്തൊരു BOIസും കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് ആവശ്യം. നമുക്കിവിടെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഒരു ട്രെയിനിങ് റേഞ്ചാണ്. ഒരു ട്രെയിനിങ് റേഞ്ച് ഹൈയും ഒരു ലോയും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അൺമിറ്റിഗേറ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോ ബ്ലോക്കാണ്. അതെ, ഇതിലേക്ക് ഞാനും ബിഗ് സോൺ മാത്രമാണ് എടുത്തിരുന്നത്. നിങ്ങളൊരു ഓട്ടോ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ടാർഗറ്റ് എപ്പോഴും നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും വെക്കാം. വാട്ടർ ബ്ലോക്കിൽ എവിടെയാണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള വീഡിയോ നമുക്ക് കാണിക്കുന്നുണ്ട്. വാട്ടർ ബ്ലോക്ക് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യണം. ഈ 0.5ഉം 0ൻ്റെ ഇടയ്ക്ക് വെക്കണതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു ഭാഗത്താണ് ഞാൻ എൻട്രി ഉദ്ദേശിച്ചത്. അതേപോലെ എൻട്രി ഹിറ്റാവുകയും ചെയ്തു. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഈ 0 ആണല്ലേ, ഞാൻ ട്രേഡിംഗ് റേഞ്ച് ഹൈ വരെയാണ് നമ്മുടെ ടാർഗറ്റ് വെക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്ന് വെച്ചാൽ ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടടിയിൽ, ഓർഡർ ബ്ലോക്കിൻ്റെ അവസാനമല്ല, ഏറ്റവും അടിയിലും അല്ല, ഒരു ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് മാത്രമാണ് കൊടുക്കേണ്ടതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം 12.69 ടാർഗറ്റ് ഇപ്പോൾ പ്രോഫിറ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. SMC ബേസ്ഡ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ ചാർട്ടൊക്കെ ക്ലിയറായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ, ഗ്യാപ്പ് അപ്പാണ് ഇന്ത്യൻ മാർക്കറ്റിലും ഈ ബാങ്ക് സ്റ്റോക്സിലും ഏറ്റവും കൂടുതൽ പ്രശ്നം. ഈ ഗ്യാപ്പ് അപ്പ് കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇവിടെ എല്ലാം ഗ്യാപ്പ് അപ്പാണ്. ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് SMC ട്രേഡേഴ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ഇന്ത്യൻ മാർക്കറ്റ് വരുന്നു. ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ഇത്രയുള്ള വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു.